ആദ്യം തന്നെ ജൂലിക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു സർ. റീസെന്റ് ആയിട്ട് ജൂലിക്ക് പിൻ നമ്പർ കിട്ടി, പ്ലസ് ജോബ് കിട്ടി. NHS തന്നെ ജൂലിയുടെ ഒരു ഡ്രീം ജോബ് ആയിരുന്നു NHS കിട്ടുക എന്നുള്ള കാര്യം. അതിനുവേണ്ടി ഇത്രയും നാള് ജൂലി നമ്മുടെ കൂടെ ജേർണിയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ കെറ്ററിംഗിലാണോ? കെറ്ററിംഗ് അതെ ഹോസ്പിറ്റൽ അതെ അതെ കെറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റല്. ഞാൻ മെഡിക്കൽ വാർഡിലാ സർ. നമ്മൾ ആ ഫീഡ്ബാക്ക് ചെയ്യാനായിട്ട് ഞാനും കുറച്ച് ഡിലേ ആക്കിയെന്ന് വെച്ചാൽ ജൂലിക്ക് ആ COS കിട്ടി. കാര്യം കുറെ പ്രോസസ്സാണ്. നമുക്ക് വൺസ് ആ ഹോസ്പിറ്റലിൽ ഒന്ന് കാലെടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യം. ഉറപ്പായിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉറപ്പായിട്ടും ഇല്ല നമ്മുടെ അങ്ങനെ നഴ്സിംഗ് നമ്മൾ കെയർ. കഴിഞ്ഞു, നമ്മുടെ പ്രൊഫഷൻ ഇങ്ങനെ നിൽക്കുകയാണ്, നമുക്ക് മാറിയേ പറ്റുള്ളൂ എന്തായാലും, അതെ അല്ലെ? അതെ, നഴ്സുമാര് ചെയ്യുന്ന ഓരോ പ്രൊസീജിയർ കാണുമ്പോൾ നമ്മൾ ടു ബി ഡു ഇറ്റ് യുനോ നമ്മള് അതെ, നമുക്കത് നമ്മളത് കൂടുതൽ വലിയ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തതായിരിക്കാം, നമുക്കത് അതെ, ചെയ്യണം എന്നുള്ള ഒരു ഇതൊക്കെ വരാം. ഞാൻ ആദ്യം വിചാരിച്ചു NHS കിട്ടില്ല, ടൈം എടുക്കും, എന്നാ കെയർ ഹോമിൽ തന്നെ നഴ്സായിട്ട് കയറാം. എപ്പോഴും നല്ലത് NHS തന്നെയാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാനും NHS വീണ്ടും ട്രൈ ചെയ്തു. സാറിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, എങ്ങനെ നമ്മൾ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ കൊടുക്കണം, ആ, എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് ഒരു കുറെ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ എടുത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ യോജിപ്പിച്ചൊക്കെയാണ് ഞാൻ അത് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പിന്നെ കിട്ടുന്നതിന് മുമ്പ് തന്നെ തൊട്ട് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്കറിയില്ല, ഈ ഹോസ്പിറ്റൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, അതെ, ഈ ഒരു പ്ലേസും ഈ ഒരു ഹോസ്പിറ്റലും. അങ്ങനെ ഫോർത്തോ ഫിഫ്ത് ടൈം ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചത്. ഇന്റർവ്യൂ ഓഫ് കോഴ്സ് സാറിന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ഒരു 5 hours ഒരു വീഡിയോ വീഡിയോ, ഉണ്ട്. അതെ, അത് ഞാനൊരു 20 ടൈംസ് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. 20 ടൈംസ് ഞാൻ അത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതി വെക്കും. പിന്നെ സാറിന്റെ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ട് അതിനകത്ത് എനിക്ക് കുറച്ച് വേർഡ്സുകൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. എന്റെ എക്സാക്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇന്റർവ്യൂവിന് വന്നത്. ചോദിക്കുന്നത്. വേറൊരു ക്വസ്റ്റ്യൻസും അവര് ചോദിച്ചില്ല. ആ ഒരു 25 ക്വസ്റ്റ്യൻസ് സാറ് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ എന്നോട് ചോദിച്ചു. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ആയിരിക്കില്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. കിട്ടിയെന്നെ. അപ്പൊ അങ്ങനെ എക്സ്പെക്ടേഷൻ അത് കറക്റ്റ് ആയിട്ട് സാറിന്റെ ആ ഒരു ആൻസേഴ്സിനും കൂടി നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം, മീൻസ് എങ്ങനെ നമ്മൾ അതിനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു വന്നത് സാറിന്റെ ആ ഒരു 5 hours ക്ലാസ് കേട്ടതിന് ശേഷമായിരുന്നു ജൂലിക്ക് വന്നത്. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ കാണാതെ പഠിച്ചിട്ടൊന്നുമില്ല. സാറിന്റെ ഞാൻ പറഞ്ഞ 20 ടൈംസോളം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് കേട്ടു. അത് പിന്നെ തന്നെ ഞാൻ നോക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സുകളെ കുറച്ച് പർട്ടിക്കുലർ വേർഡുകൾ ഉണ്ടല്ലോ അതെ, എക്സ്പെക്ട് ചെയ്യുന്ന ആ വേർഡുകളൊക്കെ നമ്മൾ എഴുതി വെച്ചു. അപ്പൊ അത് അങ്ങോട്ട് ചെല്ലുമ്പോ അവർക്ക് ഇച്ചിരി ഒരു ഹാപ്പിയാണ്. ഹാപ്പിയായി. പിന്നെ അവര് അതിനെക്കാട്ടി പോയിന്റ്സ് ഒക്കെ കൂടുതൽ എഴുതി എടുക്കുന്നുണ്ടായിരുന്നു ജൂലി പറയുന്ന ആ സമയത്ത്. ഉണ്ട് ഉണ്ട്. ഒരു ഇവന്റ് ആയിരുന്നു. ആ, അറൌണ്ട് ഒരു 300 പീപ്പിൾ ഉണ്ടായിരുന്നു, കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരു 1 hour ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അതിൽ എനിക്ക് മാത്രമാണ് ആദ്യമേ വന്നത്, നിങ്ങളുടെ ഇന്റർവ്യൂ സക്സസ്ഫുൾ ആയി,